എനിക്ക് പല ഉദ്ദേശം കാണും. അതൊന്നും നിന്റെ അടുത്ത് പറയേണ്ട കാര്യം എനിക്കില്ല. ഞാൻ പോണു. കൂട്ടുകാരുടെ അടുത്ത് ചില്ല് ചെയ്യാൻ പോവായിരിക്കും അല്ലേ? എന്താണെങ്കിലും എനിക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തെന്നുള്ള പേര് വീണല്ലോ. എങ്കിൽ പിന്നെ ഞാൻ അങ്ങ് ആഘോഷിക്കാന്ന് വിചാരിച്ചു. ആളിയ ഞാൻ ഇറങ്ങടാ. തണുക്കത്ത സോഡ. ടച്ചിങ് എന്തെങ്കിലും പറഞ്ഞു വെച്ചോ. ഞാൻ ഇറങ്ങാം. ഓ, അപ്പൊ കഴിക്കാനുള്ള മൈൻഡിലാണ്. കഴിക്കാനുള്ള മൈൻഡില്ല. ചുമ്മാ ആരാണേ ചേച്ചി, അല്ലെ ചുമ്മാ അച്ഛനാ പറഞ്ഞ അതൊന്നും കഴിക്കത്തൊന്നുമില്ല. ഞാനൊന്നും ആവശ്യമില്ല പറഞ്ഞേ. ഞാൻ കഴിക്കണമെന്ന് വിചാരിച്ചോണ്ട് ഞാൻ കഴിക്കും. നിനക്കെന്താടാ? അല്ല, സംഭവമൊക്കെ ശരിയാണ്. നിങ്ങൾ തമ്മിലുള്ള കുടുംബ പ്രശ്നമാണ്. കുറെ നേരമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇടപെടാൻ പാടില്ലെന്നും അറിയാം. പക്ഷെ എന്നാലും നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് ഇടപെടുന്നേ ഉള്ളൂ. അല്ലയാ? കേറിപ്പോ. ഓ, കേറി പോവാൻ. ശരി, പിന്നെ നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാനൊന്ന് ജംഗ്ഷൻ വരെ പോയിട്ട് വരാം. ഞാൻ പറഞ്ഞേക്ക്, നീ ഇന്ന് പോകണ്ട. ഒന്നാമത് നിന്റെ മൂടൊക്കെ മാറി, നിന്റെ മൈൻഡൊക്കെ വേറെ എന്തോ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞേക്ക് ഇന്നിപ്പോ പോകണ്ട. എന്റെ മൈൻഡൊക്കെ മാറ്റിയതാരാ? എന്റെ മൈൻഡൊക്കെ മാറ്റിയതാരാ? നീയല്ലേ? അല്ലേ? അപ്പൊ നീ ഇന്ന് കഴിക്കാൻ പോകും. ഞാൻ കഴിക്കും. കഴിക്കും? കഴിക്കും. ഉറപ്പായിട്ടും കഴിക്കും? കഴിക്കും. ശരിക്കും കഴിക്കും? കഴിക്കും പറഞ്ഞേ. അറിയാതെ പറ്റിപ്പോയതാ. സോറി. വേണമെന്ന് വിചാരിച്ചു ചെയ്തതല്ല. ഞാൻ നിനക്ക് ഉത്തരവാദിത്തമൊന്നുമില്ലെന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോയ. ഞാൻ ഈ കൈ കൊണ്ട് എനിക്ക് വേണ്ട. നീ മനഃപൂർവ്വം ഇത് ചെയ്തില്ലെന്ന് എനിക്കറിയാം. പോട്ടെ, അറിയാണ്ട് പറ്റിപ്പോയല്ലേ. കുഴപ്പമില്ല, കുഴപ്പമില്ല. എന്റെ ഭാഗത്തുവേ കുറെ തെറ്റുകളുണ്ട്. ഐ ആം സോറി കേട്ടോ. സോറി. താൻ വിഷമിക്കണ്ടോ. ഒട്ടുമിക്ക കുടുംബത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാ. മനഃപൂർവ്വം തന്നെയല്ലല്ലോ.